കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയം UDFിൻ്റെ അതോടൊപ്പം തന്നെ BJPയുടെ വലിയ തോതിലുള്ള നേട്ടവും ഇടതുപക്ഷത്തിൻ്റെ കനത്ത തോൽവിയുമൊക്കെ തന്നെ പല തരത്തിൽ അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, BJP വിജയിച്ച 3 മണ്ഡലങ്ങൾ കൂടാതെ BJPക്ക് വിജയസാധ്യത ഉണ്ടായിരുന്ന മറ്റു പ്രധാനപ്പെട്ട മണ്ഡലങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ട സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് പാലക്കാടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മഞ്ചേശ്വരത്തെയും കാര്യം, അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ്റെയും കാര്യം. ഇവരുടെ ഈ തോൽവി ശരിക്കും പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് പ്രതീക്ഷിച്ച ഒരു കാര്യമല്ലായിരുന്നു. പക്ഷേ അവർക്ക് തോൽവിയാണ് അവർക്കുണ്ടായ റിസൾട്ട് എന്ന് പറയുന്നത്. പക്ഷേ ആ തോൽവിയിലും ഈ പറയുന്ന തോതിൽ മഞ്ചേശ്വരത്തും പാലക്കാടും ഒക്കെ തന്നെ വോട്ട് മറിഞ്ഞ തോതിലുള്ള കണക്കുകളൊക്കെ തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഏത് തരത്തിലാണ് വോട്ട് മറിഞ്ഞത്, അതോടൊപ്പം തന്നെ ആർക്കൊക്കെയാണ് ആ വോട്ട് പോയത് എന്നുള്ളത്. പക്ഷേ ഇതിലുപരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ്റെയും ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ BJPക്കുള്ളിൽ ഒരു ചർച്ചാ വിഷയമായി മാറി. BJP കോർ കമ്മിറ്റിയിൽ തന്നെ അത് ചർച്ചാ വിഷയമാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എത്തുകയും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം മണ്ഡലം ശ്രദ്ധിച്ചാൽ പോരാ എന്നുള്ള വിമർശനം സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അതായത് മണ്ഡലം ശ്രദ്ധിച്ചാൽ മാത്രമേ അവിടെ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള ഒരു കാര്യം വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് തന്നെയാണ് BJP കോർ കമ്മിറ്റിയിൽ ചർച്ചയായ വിഷയമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് ശോഭാ സുരേന്ദ്രനും ഒരു പാഠമാണ് ഈ ഒരു തോൽവി എന്ന് പറയുന്നത് തന്നെ. കാരണം ഇവരുടെ മത്സരം എന്ന് പറയുന്നത് എല്ലാ തിരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്കും പലയിടങ്ങളിലാണ്. ഒരിടത്ത് നിന്ന് തന്നെ അവർ തുടർച്ചയായി മത്സരിച്ചിട്ടില്ല എന്നുള്ളതും, ഇവർ മത്സരിച്ച ഇടത്ത് മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റെവിടെയെങ്കിലും പോയി അത് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു തരം ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കാത്ത തരത്തിലോട്ട്, അതായത് വിജയിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു രീതിയാണ് ഈ സുരേന്ദ്രൻ്റെയും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ്റെയും ഈ മണ്ഡലം മാറിയുള്ള മത്സരങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പാളിച്ചകളെന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ BJPക്കുള്ളിലും ചർച്ചാ വിഷയമായ കാര്യമെന്ന് പറയുന്നത്. അതായത് ഈ ശോഭാ സുരേന്ദ്രനും ഒക്കെ തന്നെയും ഇതിനു മുന്നേ തന്നെ വിജയിക്കേണ്ട സ്ഥാനാർത്ഥികളായിരുന്നു എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. കാരണം അവർ ഒരു മണ്ഡലം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ നിന്നും പ്രവർത്തിച്ച് ഒരു 5 കൊല്ലം കൊണ്ട് അവിടെ ഉള്ളവരിൽ ഒരാളായി മാറി ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇതിനോടകം തന്നെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. കാരണം അവർക്കത് സാധിച്ചിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഓരോ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതാണ് ഏറ്റവും വലിയ തോതിലുള്ള പ്രശ്നമെന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ BJPക്കുള്ളിൽ ചർച്ചയായി മാറിയിരിക്കുന്നതും. എന്തായാലും അത് ശോഭയ്ക്കും സുരേന്ദ്രനും ഒരു വിമർശനമായി മാറുകയും ചെയ്തു. ഇത് ശോഭയ്ക്കും സുരേന്ദ്രനും മാത്രമല്ല ഈ വിമർശനം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് BJPക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അതായത് ഈ പറയുന്ന പാർട്ടി തന്നെ തീരുമാനിക്കണമായിരുന്നു, ഇവരെ ഒരു മണ്ഡലത്തിൽ തന്നെ നിർത്തി മത്സരിപ്പിക്കണമായിരുന്നു എന്നുള്ളത് പാർട്ടി കൂടി തീരുമാനിക്കണമായിരുന്നു. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ പാർട്ടി മറ്റൊരിടം പറഞ്ഞാൽ പോലും അവർ ഈ പറയുന്ന ശോഭയായാലും സുരേന്ദ്രനായാലും തങ്ങൾക്ക് ഇന്ന മണ്ഡലത്തിൽ തന്നെ മത്സരിക്കണം എന്നുള്ള തലത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടിയെ കൂടി എത്തിക്കേണ്ട തരത്തിലുള്ള ഒരു നീക്കം നടത്തണമായിരുന്നു അവരതും ചെയ്തില്ല. പാളിച്ചകൾ ഈ തെരഞ്ഞെടുപ്പിലും പറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ശോഭയ്ക്കും സുരേന്ദ്രനായാലും ഇനിയെങ്കിലും അവർ പഠിക്കേണ്ട പാഠമെന്ന് പറയുന്നത് ഇനി വരുന്ന 5 കൊല്ലം അവർ എവിടെയാണോ വിജയിക്കാൻ സാധ്യതയുള്ള ഏത് മണ്ഡലത്തിലാണോ നിന്ന് പ്രവർത്തിക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നത് ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ പ്രവർത്തിച്ച് അടുത്ത 5 കൊല്ലം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം BJPക്കുള്ളിൽ നിലവിൽ തന്നെ ഒരുപാട് എക്സാമ്പിളുണ്ട് അങ്ങനെ മത്സരിച്ച് വിജയിച്ചവർ ആരൊക്കെ എന്നുള്ളത്. അത് ചാത്തന്നൂർ എടുക്കാം, തൃശ്ശൂർ എടുക്കാം, അങ്ങനെ വിജയിച്ച് കയറിയ സ്ഥലങ്ങൾ BJPക്ക് നിലവിലുണ്ട്. അപ്പോൾ
പ്രവർത്തനമാണ്, ജനങ്ങൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തനമാണ് ഏതൊരു പാർട്ടിയുടെയും വിജയമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് BJP സംബന്ധിച്ചിടത്തോളം വിജയിച്ച് കയറാൻ സാധിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിൽ പല മണ്ഡലങ്ങളിലും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഇനി വരുന്ന നാളുകളിൽ അവർ ആ ഒരു തരത്തിൽ പ്രവർത്തിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിടയിൽ വിജയിക്കാൻ പാകത്തിനുള്ള ഒരു ജനസ്വീകാര്യത ഉണ്ടാക്കി വോട്ട് നേടുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കി മുന്നേറാനുള്ളത്. എന്തായാലും BJPക്കുള്ളിൽ തന്നെ ഈ ഒരു തരത്തിലുള്ള ഒരു ചർച്ച നടന്നതും അതോടൊപ്പം തന്നെ ശോഭയ്ക്കും സുരേന്ദ്രനും ആ ഒരു തരത്തിൽ ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും ഇനി അവർക്ക് ഒരു മണ്ഡലം തന്നെ കൊടുത്ത് അവിടെ പ്രവർത്തിച്ച് മുന്നേറാനായിരിക്കും ഈ പറയുന്ന തോതിൽ BJPക്കുള്ളിൽ തന്നെ തീരുമാനമുണ്ടായിരിക്കുക. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ പല മണ്ഡലങ്ങളിലേക്ക് പോയി മത്സരിച്ചിട്ട് ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച് ഇത്രയും വോട്ട് നേടുന്ന രണ്ട് വ്യക്തികൾ, ജനങ്ങൾക്കിടയിൽ ഇത്രത്തോളം വോട്ട് നേടാൻ സാധ്യമാകുന്ന രണ്ട് വ്യക്തികൾക്ക് വിജയിക്കാൻ പാകത്തിനുള്ള തരത്തിൽ കാര്യങ്ങൾ എത്തിക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും ആ മണ്ഡലം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഇനിയെങ്കിലും ഇപ്പോഴുണ്ടായ ഈ ഒരു അബദ്ധം അല്ലെങ്കിൽ പാളിച്ചകൾ ഇനി അങ്ങോട്ട് ഉണ്ടാകാതിരിക്കാനായിട്ട് BJPയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ശോഭയും സുരേന്ദ്രനും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു വിമർശനം ഇനി അങ്ങോട്ട് പല മണ്ഡലങ്ങളിലേക്ക് പോവാതെ ഒരു മണ്ഡലം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ മത്സരിക്കാനായിട്ട് BJP തന്നെ ശോഭയ്ക്കും സുരേന്ദ്രനും ഒരു അവസരം BJP തന്നെ കൊടുക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നും കരുതാനായിട്ട്.